ചിലരൊക്കെ അപ്പോൾ ചിലരുടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ടവരാന്നൊക്കെ ഞാൻ അറിഞ്ഞത് തന്നെ വേറെ ചിലർ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇയാൾ എന്നോട് തിരിച്ച് മാഷക്ക് ഭയങ്കര മർദ്ദനമൊക്കെ ഏറ്റില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇയാൾ എന്നോട് പറയുന്നത് ഈ നമ്മുടെ ഈ ഊരയ്ക്ക് ചവിട്ടുന്നത് ശരിക്കും തളർന്നു പോകാൻ വേണ്ടിയാണ് പോലും. അയാളുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ 2 പോലീസുകാരെ കൊന്ന ആളാണ്. അത് ശരിക്ക് പാർട്ടി പിന്നെ ഈ സമരത്തിനെതിരായിരുന്നു. പാർട്ടി യഥാർത്ഥത്തിൽ ഈ സമരത്തിനെതിരായിരുന്നു. ആദിവാസി പീഡനത്തിനെതിരായിട്ട് രംഗത്ത് വന്നുമില്ല. അങ്ങനെ പിന്നെ ജയിലിലെ അനുഭവം എന്ന് പറയുന്നത് അവിടെ റിപ്പർ ചന്ദനല്ല, റിപ്പർ ചാക്കോയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ റിപ്പർ ചാക്കോ എത്രയോ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പം ഞാനിയാളെ കാണുന്നത് ഭയങ്കര രസകരമായൊരു അനുഭവമാണ്. കാരണം ഞാൻ ജയിലിൽ ചെന്ന് 24-ാം തീയതിയാണ് എന്നെ ജയിലിലാക്കുന്നത്. 25-ാം തീയതിയോ 26-ാം തീയതിയോ ഒക്കെ ആയപ്പോഴത്തേക്കും അവിടെയുള്ള കക്ഷികളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. അപ്പം അതിൽ ഈ ആളുകൾ അവരുടെ കേസ് എന്താണെന്നും അവരുടെ ശിക്ഷ എന്താണെന്നും നമ്മളോട് പറയില്ല. ചിലരൊക്കെ അപ്പോൾ ചിലരുടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ടവരാന്നൊക്കെ ഞാൻ അറിഞ്ഞത് തന്നെ വേറെ ചിലർ പറഞ്ഞിട്ടാണ്. അവരൊരിക്കലും നമ്മളോട് പറയില്ല, സത്യം പറയില്ല എന്താ അവരുടെ കേസെന്ന്. അതിൽ തന്നെ മാനസിക വൈകല്യം വന്ന കുറേ ആൾക്കാരുമുണ്ട്. അതിൽ ഒരു പിന്നെ ചാരായ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം റിപ്പർ ചാക്കോയുടെ കഥ പറയാം. റിപ്പർ ചാക്കോ അപ്പം ഞാനിങ്ങനെ ഒരു ചങ്ങാതിയോട് ചോദിച്ചാൽ എന്തെങ്കിലും വായിക്കാൻ കിട്ടുമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ അത് ചാക്കോ ചേട്ടനെ കണ്ടാൽ മതി. അപ്പം ഞാനിങ്ങനെ അവിടെ ചെന്ന് ഒരാൾ അപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഈ സെല്ലിലിങ്ങനെ കിടക്കുക. അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ ആ സെല്ലിൽ, കൂടെ ആളില്ല. അപ്പോൾ ഒരു തോർത്തിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അയാളിങ്ങനെ കിടക്കുകയാണ്. ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ സമയത്ത് ഊണ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇയാളെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ മാഷല്ലേ, ഞാൻ അറിഞ്ഞു, ഇങ്ങനെ മാഷ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം, മെലിഞ്ഞിട്ടാണ്, പക്ഷെ നല്ല കറുപ്പ് കളറൊക്കെ ആയിട്ട് സാധാരണ ഒരു കാർന്നൂർ ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്തെങ്കിലും വായിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടതാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ കുറേ പുള്ളിയുടെ കഥകളൊക്കെ പറയുന്നുണ്ട്. ഈ കഥയൊന്നും ശരിയായ കഥയൊന്നുമല്ല, എന്തോ ഒരു എക്സെൻട്രിക്കായിട്ട് ഇങ്ങനെ കഥ പറയാം. ഈ പുള്ളിയുടെ യഥാർത്ഥ കഥയായിട്ട് പറയുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്തെങ്കിലും വായിക്കാൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇയാൾ എന്നോട് തിരിച്ച് മാഷക്ക് ഭയങ്കര മർദ്ദനമൊക്കെ ഏറ്റില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇയാൾ എന്നോട് പറയുന്നത് ഈ നമ്മുടെ ഈ ഊരയ്ക്ക് ചവിട്ടുന്നത് ശരിക്കും തളർന്നു പോകാൻ വേണ്ടിയാണ് പോലും. കാല് തളർന്നു പോകും. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എന്തെങ്കിലും ചികിത്സ ചെയ്തോ, ഇല്ലെങ്കിൽ മാഷയുടെ കാല് തളർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് ഈ റിപ്പർ ചാക്കോയാണ് എന്നോട് പറയണത്. അങ്ങനെ പുള്ളി കുറച്ച് കേരള ശബ്ദത്തിൻ്റെ കുറച്ച് കോപ്പികളൊക്കെ തന്നു. അതൊക്കെ പുള്ളിക്ക് കേരള ശബ്ദംകാർ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ തന്ന് അപ്പോൾ ഇയാൾ അനവധി കുറേ ആൾക്കാരെ, ഈ പുറത്ത് കിടക്കുന്ന ആൾക്കാരെ, ഈ തെരുവിലൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാരെ തല്ലിക്കൊന്ന കേസുകളാണ് അവരെല്ലാവരും. പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബത്തെ ഒന്നാകെ കൊന്നിട്ട് അവരുടെ ഒരു വണ്ടി വിറ്റ പൈസ ഉണ്ടെന്ന് അറിഞ്ഞ് പോയിട്ട് കൊന്നിട്ട് ഈ പൈസ എടുത്ത് പോയ ആളാണ്. അപ്പോൾ അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ്. എന്നിട്ട് അവസാനം പ്രസിഡൻറ്റിൻ്റെ ഇതിൽ പിന്നെ ദയാഹർജിയിൽ ഇയാളുടേത് പിന്നെ ജീവപര്യന്തമാക്കി മാറ്റുന്ന കോടതി. അയാൾ മരിക്കുന്നവരെ കിടക്കണമായിരുന്നു, പക്ഷെ
പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അയാൾ തൂങ്ങി മരിച്ചു, ജയിലിൽ തന്നെ തൂങ്ങിച്ചെത്തു പിന്നീട്. ഇത് റിപ്പർ ചാക്കോൻ്റെ. പിന്നെ വേറെ ഉള്ള ഒരാൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മദ്യപാനിയായൊരു മനുഷ്യനുണ്ടായിരുന്നു. അല്ല, കള്ള് വാറ്റിയിട്ട് ശിക്ഷിക്കപ്പെട്ട ആളാണ്. ഇയാൾ പകലൊന്നും ഇയാൾ ഭക്ഷണം കഴിക്കുകയും ബീഡി വലിക്കുകയും അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല, അങ്ങനെ ഒരു കക്ഷി. അപ്പോൾ അയാളെ ഇങ്ങനെ ഈ എല്ലാവരും കൂടി ഒരു ദിവസം കുളിപ്പിച്ച് ഷേവൊക്കെ ചെയ്ത് പരസ്യമായിട്ട് അതൊക്കെ. അപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ തന്നെ ഒരു ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞൊരാളുണ്ട്. അപ്പോൾ അയാളുടെ കഥ ഇതൊന്നും ഇവർ പറയില്ല നമ്മളോട്. അയാളുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ 2 പോലീസുകാരെ കൊന്ന ആളാണ്. എന്തോ ഒരിക്കൽ ഒരു ഉത്സവത്തിനെങ്ങാണ്ട് ഈ കിലിക്കിക്കുത്തിന് പോയിട്ട് അവിടുന്ന് ഇയാൾ കിലിക്കിക്കുത്തിന് പോകുന്നത് ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ എന്തോ കുട്ടിക്ക് സുഖമില്ലാതെ വന്നിട്ട് ഓപ്പറേഷന് വേണ്ടിയാണ് ഇയാൾ കിലിക്കിക്കുത്തിന് പോയിട്ട് ആ പൈസ മുഴുവൻ അയാൾ പിടിച്ചു വാങ്ങിച്ചപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുത്തി കൊന്നതെന്നാണ്. അതിനുശേഷം അയാൾ ഇവിടെ വയനാട്ടിൽ വന്ന് ഒളിവിൽ താമസിക്കുകയായിരുന്നു. അവിടുന്നാണ് പിടിച്ചതൊക്കെ. അങ്ങനെയുള്ള പിന്നെ കാക്കരാജൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി, കാക്കരാജൻ എന്ന് അയാളുടെ പേര്. അയാൾ ഈ വർത്തമാനം പറയുന്ന കേട്ടാൽ ഈ കാക്ക കരയുന്ന പോലെ തോന്നുന്നത്. അതുകൊണ്ട് അയാൾക്ക് കാക്കരാജൻ ജയിൽ പുള്ളികൾ പേരിട്ട്. അയാളും ഈ പറഞ്ഞ പോലെ പിന്നെ ഈ ചാരായ കേസിൽ പിടിച്ച് പലപ്പോഴായിട്ട് ശിക്ഷിക്കപ്പെട്ട, ഇപ്പോൾ ഒരു ടൈം ശിക്ഷയുടെ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. പിന്നെ വേറൊരാൾ പറഞ്ഞത്, വേറൊരാൾ ആ ജയിലിൽ കണ്ട ഒരാളുടെ ഇത് രസകരമാണ്. അയാൾ പറഞ്ഞതെന്താ വെച്ചാൽ പുറത്തേക്കാളും അയാൾക്ക് സുഖം ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അതും എന്തോ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ്. പിന്നെ ഭയങ്കരമായിട്ട് ഈ ഈ മയക്കുമരുന്ന് കേസിൽപ്പെട്ട കുറേ പേര് അതിൻ്റെ താഴെ ഭാഗത്തുണ്ട്. താഴെ ഭാഗത്ത് ആ സെല്ലിൽ തന്നെയാണ്. അവിടെ നിന്ന് ഒരിക്കൽ ഞാൻ കണ്ട ഭയങ്കര അവർ തമ്മിൽ തെറ്റിയിട്ട് അടിക്കുന്നത്, ഭയങ്കര അടിയൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന്. ഞാനൊന്നും ആ ഭാഗത്തേക്ക് പോയില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് നടക്കാനും പറ്റാത്ത അവസ്ഥയല്ലേ. അത് കഴിഞ്ഞ് 12 ദിവസം എങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത് കിട്ടിയത്. കാരണം എൻ്റെ വൈഫ് കൊടുത്ത ഒരു പെറ്റീഷനിൽ എന്നെ പരിശോധിക്കാൻ ഡോക്ടർ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു ഹൈക്കോടതി. അത് അഡ്വക്കേറ്റ് എൽഡോ എന്ന് പറയുന്ന വക്കീലാണ് അങ്ങനെ ഒരു ഓർഡർ എനിക്ക് വാങ്ങിത്തന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ 12 ദിവസം കഴിഞ്ഞപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറി. അപ്പോൾ അവിടെ പോലീസ് കസ്റ്റഡി തന്നെയാണ് ചികിത്സ. എൻ്റെ ചെവി ഇയർ ഡ്രം പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചതും ബാക്കി ട്രീറ്റ്മെൻറ്റ് നടത്തിയതും അവിടെ നിന്നാണ്, എൻ്റെ ഇടത് ചെവിക്ക്. VS എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VS എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ചില ആൾക്കാർ, അന്ന് ഈ പരിഷത്തിലൊക്കെ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ അന്ന് ഷാജഹാനുമായിട്ട് ബന്ധപ്പെടുകയാണ്. ഷാജഹാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷാജഹാൻ എന്ന VSൻ്റെ സെക്രട്ടറി, ഷാജഹാൻ പറഞ്ഞിട്ടാണ് VS എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷമാണ് എനിക്ക് ഈ മർദ്ദനമൊക്കെ കുറഞ്ഞത് ഇവിടെ. കാരണം VSനെ പോലുള്ള ആൾക്കാർ ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് കുറച്ചൊരു പേടി വന്നു. പക്ഷേ പിന്നെയും അത് കറണ്ട് പോയപ്പോൾ ഇതെല്ലാം പോയി. അങ്ങനെയാണെങ്കിലും അപ്പോൾ ഷാജഹാനിലൂടെ അങ്ങനെ ഇടപെട്ട് സംസാരിച്ച് എന്നിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ചില കുബുദ്ധികൾ എന്തെന്ന് വെച്ചാൽ ഞാൻ പാർട്ടിക്കാരനല്ല, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഞാൻ തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞ് VSൻ്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തിരുന്നു. ഫോൺ ചെയ്തിട്ട് അവരുടെ ആ ഫോൺ ചെയ്ത കക്ഷികളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ എല്ലാവർക്കും നമുക്കൊക്കെ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെ വലിയ പ്രശ്നമുണ്ടായി. കാരണം എനിക്ക് വേണ്ടി VS ഇടപെട്ടത് ഷാജഹാൻ മുഖേനയാണല്ലോ. അപ്പോൾ ഷാജഹാന് പ്രശ്നമായി. ഇപ്പോൾ VS ഷാജഹാനോട് ചോദിച്ചു, എന്താണ് ഇയാൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ പറയുന്നത്? അപ്പോൾ ഞാൻ ഭയങ്കര തീവ്രവാദിയാണ്, നക്സലൈറ്റാണെന്നും പറഞ്ഞിട്ടാണ് ഇവർ വിളിക്കുന്നത് ഇവിടുന്ന്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടുകൂടിയാണ് VS മൊത്തത്തിൽ കണ്ണൂർ ജയിലിലെ ആദിവാസികളെ സന്ദർശിച്ചതിന് ശേഷം എന്നെ പ്രത്യേകമായിട്ട് കാണുന്നത് അതുകൊണ്ടുകൂടിയാണ്.
അത് ശരിക്ക് പാർട്ടി പിന്നെ ഈ സമരത്തിനെതിരായിരുന്നു. പാർട്ടി യഥാർത്ഥത്തിൽ ഈ സമരത്തിനെതിരായിരുന്നു. ആദിവാസി പീഡനത്തിനെതിരായിട്ട് രംഗത്ത് വന്നില്ല. ശരിക്കും വി എസിൻ്റെ ഒരൊറ്റ ആളുടെ ഇതിലാണ് പിന്നീട് പാർട്ടിക്ക് വി എസിൻ്റെ വഴിയെ വരേണ്ടി വന്നതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പ് വി എസ് അല്ലല്ലോ, അവിടെ കോടിയേരി അല്ലായിരുന്നു. പിന്നെ വനം വകുപ്പ് വേറെ, എല്ലാം ഈ ശരിക്കും പറഞ്ഞാൽ പാർട്ടിയാണെന്ന് ഭരിച്ചത്. വി എസിനെ മുഖ്യമന്ത്രിയാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വി എസിൻ്റെതായ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കേസ്, ഈ ഞാൻ കൊടുത്ത പോലീസുകാർക്കെതിരെ കൊടുത്ത ക്രിമിനൽ കേസ്, അതിന് പിന്നെ ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ല എന്നും പറഞ്ഞിട്ടാണ് ആ കേസ് കോഷ് ചെയ്തത്. അപ്പോൾ പിന്നെ ആ കേസ് ഒന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു പെർമിഷന് വേണ്ടി ഞാൻ പോയ സമയത്ത് പോലും വി എസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് വേണ്ടിയിട്ട്. അന്ന് വി എസിൻ്റെ അടുത്ത ഇതായിരുന്ന സുരേഷ് കുമാർ സാറിനെ എനിക്ക് പരിചയമുണ്ട്. സാറും മുഖേനയാണ് നമ്മൾ പോയത്. അന്ന് ഡി ജി പി ആയിട്ടുള്ള ഡി ജി പി ഒക്കെ നേരിട്ട് സുരേഷ് കുമാർ സാർ എനിക്ക് വേണ്ടി കാണുന്നുണ്ട്. പക്ഷേ അത് ശരിയായില്ലല്ലോ, അത് കിട്ടിയില്ല, അത് തന്നില്ല എനിക്ക്. അന്ന് വേണമെങ്കിൽ ഇപ്പോൾ വി എസിൻ്റെ അടുത്ത് ആഭ്യന്തരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ആ പെർമിഷൻ കിട്ടുമായിരുന്നു. പക്ഷേ അത് തന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ സിവിൽ കേസ് ഞാൻ 17 കൊല്ലത്തോളം നടത്തിയ സിവിൽ കേസ് എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നിട്ട് ഈ പിണറായിയുടെ നേതൃത്വത്തിലുള്ള പിന്നെ ആഭ്യന്തര വകുപ്പല്ലേ, ഇപ്പം ആഭ്യന്തര വകുപ്പിൻ്റെ ശുപാർശ പ്രകാരമല്ലേ ഇപ്പോൾ പോലീസുകാർക്ക് അനുകൂലമായിട്ട് അവർ അപ്പീൽ കൊടുത്തേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ബി എസ് നിന്ന പോലെ അല്ല പാർട്ടി നിന്നത്. പാർട്ടിക്ക് ആ സമയത്ത് ആയതുകൊണ്ടും ആദിവാസി പീഡനം ആയതുകൊണ്ടും അന്ന് വി എസിൻ്റെ പുറകെ പാർട്ടിക്ക് പോവേണ്ടി വന്നു. ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, അന്നിവിടെ പലരും വന്നു. വി എസ് വന്നു, പിന്നെ പിണറായി വിജയൻ വന്നു, പിന്നെ ശ്രീമതി ടീച്ചർ വന്നു. ഇവരൊക്കെ വന്നിട്ട് അന്ന് ഇവരുടെ ആയുധ പരിശീലനം ആയുധം ആദിവാസികളിൽ നിന്ന് പിടിച്ച ആയുധങ്ങൾ കാണിക്കാൻ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മുടെ ശ്രീമതി ടീച്ചറൊക്കെ പോയിട്ട് വലിയ വെട്ടുകത്തിയൊക്കെ എടുത്തിട്ട് ഭയങ്കര നോട്ടം നോക്കിയിരുന്നല്ലോ. പക്ഷേ വി എസിനോട് പറഞ്ഞപ്പോൾ കത്തിയും അരിവാളും ഒക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണെന്നാണ് പോലീസുകാരോട് വി എസ് പറഞ്ഞത്. പക്ഷേ പിണറായി വിജയനും ശ്രീമതി ടീച്ചറും പോയിട്ട് ഇവർ പ്രദർശിപ്പിച്ച ആയുധം കണ്ട് അത്ഭുതപ്പെട്ട് പോവുമായിരുന്നു.